ആമയഞ്ചാൻ തോട്ടിൽ പൊലിഞ്ഞ ജീവന് പിന്നാലെ മലപ്പുറത്തും ചർച്ചയാകുന്നത് മാലിന്യം കുന്നുകൂടിയ എടവണ്ണ വലിയ തോടാണ്. റോഡിലും തോട്ടിലും സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുൻവശത്തും മാലിന്യം കുന്നുകൂടി കിടക്കുന്ന സ്ഥിതി. കലിതുള്ളി പേമാരി എത്തുമ്പോൾ പകർച്ചവ്യാധികൾക്ക് പിന്നാലെ മാലിന്യവും പരന്നൊഴുകുന്ന കാഴ്ചയാണ് ജില്ലയിൽ കാണുന്നത്. എടവണ്ണയിലെ വലിയ തോടിൻ്റെ സ്ഥിതിയാണിത്. നിറയെ മാലിന്യക്കൂനകൾ. കനാലിലേക്കും തോട്ടിലേക്കും മാലിന്യം വലിച്ചെറിഞ്ഞ് തോടിൻ്റെ ഒഴുക്കും നിലയ്ക്കാറായി. ഇത് ചാലിയാർക്ക് പോണ തോടാണ്. ഒരുപാട് കുടിവെള്ള സ്രോതസ്സുള്ള ചാലിയാറിന്റെ കൈവരി തോടാണത്. ഇതില് ഈ രാത്രിയുടെ മറവില് ആൾക്കാർ മാലിന്യങ്ങൾ എറിഞ്ഞ് ആകെ വൃത്തികേടാക്കിയാണ്. ഇത് കുറെ കാലമായി ഇങ്ങനെ കിടക്കുന്നത്. ഇത് ഞങ്ങൾ ഈ ടാക്സി ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടുത്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും കിട്ടണതാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ ആരും കണ്ടിട്ടില്ല. പല ആൾക്കാരും വന്നു നോക്ക് പോകുന്നുണ്ട് എന്നല്ലാതെ ഇതുവരെ ആരും ഇതിനൊരു വ്യക്തമായ ഒരു തീരുമാനം എടുക്കാനോ ഇതിന് നടപടി എടുക്കാനോ കഴിയുന്നില്ല. ഇവിടെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ചപ്പ് ചവറ് ഇടരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഏത് ബോർഡ് വെച്ചിട്ടും കാര്യമല്ല. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തി നേരത്തെ നടത്തിയിരുന്നെങ്കിലും നിലവിൽ എല്ലാം നിലച്ച മട്ടാണ്. മാലിന്യം നേരെ ചെന്നടിയുന്നതാകട്ടെ ചാലിയാറിലും. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിനിടെ നിലമ്പൂർ നഗരസഭാ കോമ്പൗണ്ടിന്റെ സ്ഥിതി ഈ കാണുന്നതാണ്. നഗരസഭാ പരിധിയിലെ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് ഈ കിടക്കുന്നത്. ദിവസങ്ങളോളം നഗരസഭാ പരിസരത്ത് സൂക്ഷിച്ച ശേഷം ഇവിടെ നിന്നും മാറ്റുന്നതാണ് പതിവ്. മഴ ശക്തി പ്രാപിച്ചതോടെ പൊട്ടിയ പ്ലാസ്റ്റിക് ചാക്കുകളിൽ നിന്ന് മാലിന്യം ഒലിച്ചിറങ്ങാൻ തുടങ്ങി. കെട്ടിക്കിടക്കുന്ന മാലിന്യത്തിൽ പാമ്പും എലിയുമെല്ലാമുണ്ട്. അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെയും പ്രധാന ആവശ്യം. ജനം, മലപ്പുറം.